ആവശ്യം ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചിരിക്കൂല. ഓക്കെ, ക്ലാസ്സിൽ ഫസ്റ്റ് ഒരാൾ എന്നൊരാൾ തോപ്പിക്കും, അയാളെ പിന്നെ ജയിക്കാം. ആ തോറ്റവൻ തോറ്റേയിരിക്കും. ആ ആളെ ഞാൻ. അതെ, ഓക്കെ. ഇത് ജൂണാണ് മാസം. 15 ദിവസമായിട്ടുള്ള 6 കൊല്ലം നമ്മൾ ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് ഇനിയും എനിക്ക് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നല്ല നല്ല സാധനം അങ്ങനല്ല. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജാനിഷ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് ആയിട്ടാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ഡൂഡിൽ ചലഞ്ചിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് വേറെ ചലഞ്ചാണ്. ഓക്കെ, എന്താ ചലഞ്ചിന്റെ പേര്? അതെ, അതാണ് ഉദ്ദേശിച്ചത്. നമ്മള് മണപ്പിക്കാൻ തിന്നു നോക്കുക. ഓക്കെ, അപ്പൊ ഒരാളെ മണപ്പിക്കും, മറ്റേ ആളെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കും, രണ്ടും കണ്ണടച്ചിട്ട്. അപ്പൊ ആ ആള് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. ടേസ്റ്റ് ചലഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരും. അതൊക്കെ പറയാം. അത് ഞാൻ പറയാം. അതെ, ഞാൻ സ്മെൽ ചലഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സ്മെൽ ചെയ്യാൻ തരും. അപ്പൊ അത് ഞാൻ പറയാം. ടൈമർ വെക്കുന്നുണ്ട്. 10 സെക്കൻഡിനകത്ത് മണത്തോ ടേസ്റ്റോ പറഞ്ഞിരിക്കണം. അപ്പം 2 പഞ്ഞിയുണ്ട്, കോട്ടൺ. കണ്ണിൽ വെക്കുന്നു. ഇത് വെച്ചിട്ട് ഐ പാച്ച് വെച്ചിട്ട് കവർ ചെയ്യുന്നു. നോക്കൂ നീ അത് വെക്കാം അല്ലേ? മണപ്പിക്കാൻ കൊടുക്കാണ്. ഇല്ല, ഒന്നും കാണില്ല. ഇവിടെ ഒരുപാടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് ഷാഹിദിനടുത്ത് പോയിട്ട് കുറച്ച് സാധനം കൊണ്ടുവന്നാണ് മണപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സാധനം കൊണ്ടുവന്നുണ്ട്, മണപ്പിച്ച് നോക്കാം. ആടെ just for protection. Time start now. ഇത് അസഫോയിറ്റഡ് അല്ലേ? ഓക്കെ, സമയം കഴിഞ്ഞു. എന്താ അസഫോയിറ്റഡ്? എനിക്ക് തോന്നിയത് ഇത് ഫിഷിന്റെ ഫുഡാണ്. ഓക്കെ, ഷാഹിദിന്റെ വീട്ടിൽ നിന്ന് വന്ന അക്വരത്തിൽ തന്നെ ഫിഷിന്റെ ഫുഡാണ്. ഷായിക്ക് തന്നാ പോലെ ഇത് അല്ല. പിന്നെ എന്താണ് അത് നോക്കാം. മുടിയില്ലാത്ത നല്ല സുഖമാണ്. മുടി ചീത്താവുന്നില്ല. എന്നെ വിശ്വസിച്ച് ഞാൻ വേണമെങ്കിൽ കണ്ണടച്ചിട്ട് പോയിച്ചോ. എന്നെ വിശ്വസിക്കാനേ പറ്റില്ല. ഓക്കെ, കടിക്കിട്ടാ മണക്കരുത്. അങ്ങനല്ല. ഇപ്പൊ തന്നെ ഓണം കിട്ടിയിട്ടുണ്ടാവും. കടിക്കി കടിക്കി കടിക്കി. എന്താ? ചുക്കപ്പിയുടെ ശർക്കര. മനസ്സിലായി അല്ലേ? അതെ. 0.10. എന്താ അനുഭവം എപ്പോഴും തോന്നുന്നത്? കാണുന്നില്ല, കാണുന്നില്ല. ഈ ബുദ്ധിമുട്ടുള്ള സാധനം ഒരു ഭാഗം നോക്കാം. മൂക്ക് പൊത്തി പിടിക്കില്ല, കണ്ണ് മാത്രം കുട്ടികളോ. ഇതെന്തോ പൊടിയാണല്ലോ. എന്താ പറയാ, ഇത് എന്താ പറയാ, കോൺഫ്ലോർ. ഓക്കെ, കോൺഫ്ലോർ ആണ് ഒരാൾക്ക് മണത്തത്. ഓക്കെ, ഇതിനൊന്നും സ്മെല്ല് നല്ല പരിചയമുള്ള സ്മെല്ല്, പക്ഷെ കിട്ടുന്നില്ല.
കുഞ്ഞിക്കൻ കേട്ടോ. സ്മെല്ലും രുചിയൊക്കെ പോണത് അസുഖമാണ്. ഇക്ക പേടിപ്പിക്കില്ല. പോയിന്റ് പറഞ്ഞില്ല. 2 വട്ടം 0 ഒരു പോയിന്റ്. എനിക്ക് 2 പോയിന്റ്. സോറി. അപ്പോ അടുത്ത് തുടങ്ങാം. നേരത്തെ തന്നെ ഇത് മാറിയിട്ടില്ലേ? ഇതെന്താന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അതെ ഇത് ജൂണാണ് മാസം. 15 ദിവസമായിട്ടുള്ള 6 കൊല്ലം നമ്മൾ ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് ഇനിയും എനിക്ക് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നല്ല നല്ല സാധനം തരണം. അത് ഞാൻ തരും. ടൈമർ ഓണൊക്കെ മറന്നുപോയി. എന്താ കഴിഞ്ഞു സമയം കഴിഞ്ഞു. കസൂരി മേത്തി കരിഞ്ചീരക നമ്മള് കുടിക്കലില്ല ഇപ്പൊ വെള്ളത്തിലിട്ടിട്ട്. കരിഞ്ചീരക കാണിട്ടത്. ആദ്യം വാങ്ങണ വിചാരിച്ചു. അപ്പൊ അടുത്ത സാധനം ഇങ്ങനെ കുറച്ച് തല താത്തി ഒരു വിനയത്തോടെ ഇരുന്നാൽ മതി. പൊക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുക കാണാനേ. ഇതാണ് സാധനം. അപ്പൊ എന്താണെന്ന് അത് പറഞ്ഞ മാതിരി കരഞ്ഞിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞിട്ട് ഓക്കെ. കണ്ണ് ഞാൻ കൊത്തി പിടിക്കുന്നു. എനിക്ക് വലിയ വിശ്വാസം. ഓക്കെ, എനിക്ക് എന്നെ വിശ്വാസമാണ്. റെഡി? പേര് പറയണം. ഫ്രൂട്ട്സ് മാത്രം കണ്ടുപിടിച്ചു. ബാക്കിയുള്ളൊക്കെ എനിക്കൊന്ന് കൂട്ടിയാൽ മതി. ഒരു പോയിന്റോ എങ്ങനെ? ഫസ്റ്റ് നീ ഹോർലിക്സ് തെറ്റിച്ചു. അതൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ അത് നിങ്ങൾക്ക് പോയിന്റ്. നീ പറയാത്ത എനിക്ക് പോയിന്റ്. അങ്ങനൊന്നുമില്ല. നീ തെറ്റിച്ചാ എനിക്ക് പോയിന്റ് ഇല്ല. അതില്ല, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്. ഞാൻ തെറ്റിച്ച എനിക്ക് പോയിന്റ് ഇല്ല, അത്രേ ഉള്ളൂ. അത് കള്ളക്കളിയല്ലേ? നോ. ഡെസേർട്സ് മുഞ്ചിന് മൂക്ക് പൊത്തി പിടിക്കി, വായ തുറക്കും. ചുമയുടെ വരുന്നോ? കടിച്ച് പച്ചക്കൻ മുമ്പ് പറഞ്ഞു ഉലുവ അല്ലേ? നിങ്ങൾ പറയുന്നു ഉലുവാണ്. എനിക്ക് പോയിന്റ്. നിങ്ങൾക്ക് വായ കഴിക്കാൻ ഞാൻ കടിച്ചില്ല. ഇമ്മ്യൂണിറ്റി കൂട്ടല്ലോ. ഞാൻ പറയുന്ന അതിന് ഉറപ്പായിരുന്നു. അതിനും ജാനകി പോയിന്റ് കിട്ടിക്കോട്ടെ. അല്ല, ഞങ്ങൾക്ക് വായ കഴിച്ചോട്ടെ. ഉപദ്രവം ഇത് ചലഞ്ചാണ്. അതിന് ഉപദ്രവത്തിന് നമ്മൾ വേറൊരു സെഷൻ വെക്കാൻ പറ്റും. തമ്മ ഉപദ്രവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഉപദ്രവിക്കുന്നത്. എന്ത് പ്രാവം നോക്കി മേനയാണ്. ഇതും കഴിഞ്ഞിട്ട് പറഞ്ഞില്ല എന്താണെന്നുള്ളത്. വിനയം അല്ല കാണണ്ട. എന്നാലും പോകട്ടെ. ഓക്കെ, സ്റ്റാർട്ട്. മണപ്പിച്ച് സ്റ്റാർട്ട് നടക്കാൻ പറ്റും. സ്റ്റാർട്ട്. ചായപ്പൊടി അൽക്കപ്പൂസ് ചായപ്പൊടി അല്ലേ? കസൂരി മേത്തി. കസൂരി മേത്തി. ചായപ്പൊടി കസൂരി മേത്തി. ഞാനത് കഴിക്കാൻ കൊണ്ടുവന്ന് വിചാരിച്ചു. നമ്മളിപ്പോ പോയിന്റ് നിലവാരം പറഞ്ഞില്ല. കമ്പോള നിലവാരം എന്താണ്?
പോയിന്റ് എനിക്ക് ഒരു പോയിന്റ്. എന്താണ് എനിക്ക് പോയിന്റ്? ഒരു പോയിന്റ് കിട്ടിയത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ? ഏതാ പറഞ്ഞ? എന്തോ പറഞ്ഞു തന്നെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഫസ്റ്റ് അനിയതാ പറഞ്ഞ ആകെ ഒരെണ്ണ പറഞ്ഞുള്ളൂ, പ്രോൺസ് മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒന്ന് ഉലുവ പറഞ്ഞു. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഫസ്റ്റത്തെ ചുക്കപ്പിയുടെ ജാഗരി പറഞ്ഞു, ശർക്കര. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് ഓക്കെ. 3 പോയിന്റ്, 3-1. എന്താ ദശയെ? പപ്പക്ക് 3, പപ്പക്ക് 3, മമ്മ 1, മമ്മി 1. ഓക്കെ, അപ്പൊ ഞാൻ നിക്കണേ, ഞാൻ സാധനം എടുത്തോണ്ടിരിക്കാം. ഓക്കെ. ശശിക്കാണോ? ശശിക്കാണോ? കം. എവിടെ ഇറക്കി തരാം. പാത്രമൊക്കെ പൊട്ടിക്കുണ്ടല്ലോ. കിട്ടൂല മോനെ. മണമില്ലാത്ത സാധനം, അവർ രുചി ഉണ്ടാവില്ല. കളിക്കണ്ടൊക്കെ ഉണ്ടാക്കി തന്നെ മഷ്റൂം, ക്യാൻ മഷ്റൂം. ടേസ്റ്റ് കിട്ടി. കാണിച്ചെടുത്ത് രസമുണ്ടോ? ഓക്കെ, അപ്പം അടുത്ത ഐറ്റം കാണിക്കാം. നോ നോ നോ, വിനയം വിനയം. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോണ ടൈം. അച്ഛ പോയിട്ടിടാ. ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ? ഇഷ്ടല്ലേ വേണോ? തിന്നാൻ തരുന്നത് കുറച്ച് വായി മാറ്റേ. ഓക്കെ, ശരിക്കും ഞാൻ തന്നെ ഞാൻ കാണില്ല, ഉറപ്പ് വരുത്താ. എന്ത് വിരോധാഭാസം. ചീരിന്റെ മൂടിയാണ്. കുറച്ച് മതി അത്. പാട്ടോട് തെരിഞ്ഞ പാട്ടോട് സോറി. കസ്റ്റാർഡ് പൗഡർ തീറ്റിപ്പിച്ച് ഭാഗ്യത്തിൽ ഞാൻ ഇറക്കിയില്ല. അത് വായ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് മുകളിലോട്ട് പുക പോകാൻ പോകണമെങ്കിൽ ലാസ്റ്റാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ടാസ്ക് ആണിട്ടത്. ലാസ്റ്റ് ടാസ്ക് ആണ് എൻ്റെ കയ്യിലുള്ള. ഓക്കെ, ചെറിയൊരു സാധനം, വളരെ സിമ്പിൾ ആയിട്ടില്ല. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. ടൈം ഓൺ ആക്കണം. ലാസ്റ്റ് ഇക്ക പറയും പറയൂലേ നോക്കാം. മധുരല്ല എന്തെങ്കിലും
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം. പഴം, നാരങ്ങ. എന്താ അത്? ഏതാണ് പറഞ്ഞേ? ഏതാ ഏതാ ഏതാണ്? ബാർബിക്യൂ ചില്ലി സോസ്. ഏത് ചില്ലി? മാരിനേറ്റ് സോസ്. ഏത് മാരിനേറ്റഡ്? എന്റെ ഫേവറേറ്റ് ഡിഷാ. ടൈം സ്റ്റീക്ക് സോസ്. ഞാൻ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയോ തിന്നുണ്ട് ഞാന്. ഇപ്പൊ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ മസിലിച്ചിരിക്കുകയാണ്. പക്ഷെ ഒന്നുമില്ലല്ലോ, അത് ഇഷ്ടപ്പെട്ടല്ലോ. ഒന്ന് സ്റ്റീക്ക് സോസ്, പിന്നെ കരിഞ്ചീരകം. മറ്റേ നല്ല ഹെൽത്തിയാണ്. ഇപ്പൊ ഈ കൊറോണ കാലത്തൊക്കെ നല്ല ഹെൽത്തിയാണ്. പിന്നെ ഉലുവ, അത് വയറിന് വളരെ നല്ലതാണ്. പിന്നെ ഇത് മഷ്റൂം, അത് അതിനേക്കാളും നല്ലതാണ്. പിന്നെ ആകെ തന്നത് എന്താണ്? കസ്റ്റാർഡ്. അത് കുറച്ച്, അതും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങളോ ഹാർപ്പിക്കൊക്കെ പാവം. ഞാൻ ഗോപാലകൃഷ്ണനോട് ആശാൻ ക്ഷണിച്ചു. വളരെ അഭിമാന പ്രശ്നം നമ്മളിവിടെ പറയുകയാണ്. ഈ ചലഞ്ചും ഞാൻ തന്നെ ജയിച്ചു. ഈ ചലഞ്ച് ജയിച്ചു എന്താ പറയണേ? ഈ ചലഞ്ച് മീൻസ് ഒരുപാട് ചലഞ്ചുകൾ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ചലഞ്ചും ഞാനാണ് ജയിക്കേണ്ടി. അങ്ങനെയല്ല, നമ്മള് ആകെ എന്താ ജങ്കാ ചലഞ്ച് ചെയ്തു, ഡൂഡിൽ ചലഞ്ചും ചെയ്തു. അതിൽ രണ്ടിലും ഞാനാ ജയിച്ചത്. ഇതിലൊക്കെ ജയിച്ചു. അതിന്റെ ഒരു അഹങ്കാരം. അപ്പം പിന്നെ തോറ്റവരുടെ തീരെ രോദനം മുമ്പ് ജയിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കാം. ഓക്കെ, എല്ലാ പ്രാവശ്യവും ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചിരിക്കൂല. ഓക്കെ, ക്ലാസ്സിൽ ഫസ്റ്റ് ഒരാൾ എന്നൊരാൾ തോപ്പിക്കും, അയാളെ പിന്നെ ജയിക്കാം. ആ തോറ്റവൻ തോറ്റേയിരിക്കും. ആ ആളെ ഞാൻ എല്ലാ ചലഞ്ചിലും തോൽക്കുന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ചലഞ്ചിന് നീ പങ്കെടുക്കാൻ ആളുണ്ടാവൂല. അപ്പം ഇഷ്ടപ്പെടുന്ന കരുതുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? സപ്പോർട്ട് ചെയ്യാം. അതെ, ഇനി ഞങ്ങള് ഇതുപോലത്തെ ചലഞ്ച് ആയിട്ട് വരാം. തീർച്ചയായിട്ടും. ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനിയും ചലഞ്ചുകൾ ഉണ്ടാവും. ഞാനും അതിന് എപ്പോഴും ബാക്കിയായിരിക്കും. കാരണം ഞാൻ നല്ല നല്ല സാധനം കൊടുക്കുന്നത്. സ്മെൽ ചലഞ്ച് ആയിട്ടല്ലേ? അതെ, ആകെ കൊടുത്ത് ഹാർപ്പിക്കും. അതും കീഴാട് കൊണ്ടാണ്. ഞാനും നല്ലതാണ്. ഓക്കെ, അപ്പം എനിവേസ്, അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബർ കൂമ്പാരമാവട്ടെ. അപ്പൊ നമുക്ക് പരിപാടി ഗംഭീരമാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അസ്സലാമു അലൈക്കും. ബൈ. Hello everyone, welcome back to Binsi Janish Vlogs. Hello everyone, welcome back to Binsi. അപ്പൊ എന്തെങ്കിലും സ്മെൽ ചെയ്യാൻ തരും. അതെന്താണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയാം. കുറച്ച് കൊറോണ ഉണ്ട് ഇവിടെ. എന്ത് കോമഡി ഒക്കെ. കാക്ക അവിടെ സ്ലൈഡിൽ കളിക്കുന്നുണ്ടാവും. കാക്ക ബാബ പോണ്ടാവും. ബോൾ കളിക്കുന്ന ബോൾ. എന്തൊക്കെ സ്റ്റീക്ക് സോസ് ആണ് കഴിച്ചത്. You know that? Steak sauce, man. എല്ലാ കീഴടക്കും ചത്തുപോയി. അതെന്തുകൊണ്ടാണ്? പറയൂ, ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ എന്തുകൊണ്ടാണ്? 100% എന്തുകൊണ്ട് നീ മാത്രം ജീവിക്കുന്നു? എല്ലാ കിണറും ചത്തുപോയി. നിങ്ങളെ കൂടെ ജീവിക്കണേ. അതുകൊണ്ടൊന്നുമല്ല. ലൈഫ് ബോയ് പശത്തില് എല്ലാ കിണറും രണ്ടെണ്ണം ബാക്കി ഉണ്ടാവില്ലേ? ആ കിണറാണ് നീ.